ഹായ് ഓൾ, നമുക്ക് നാട്ടിലൊരു കുട്ടി മാമോദീസ ഷോപ്പിംഗ് കണ്ടാലോ? എന്തായാലും നല്ല മഴയായിരുന്നു കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ തന്നെ. അന്നമോളാണെങ്കിൽ ആദ്യമായിട്ട് കാർ സീറ്റ് ഇല്ലാതെ പുറത്ത് പോകുന്നതിന് ഫുൾ എൻജോയ്മെൻറ്റിലാണ്. അവളത് മാക്സിമം യൂട്ടിലൈസും ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മാമോദീസ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് യാൺ സിൽക്സിലാണ് പോയത്. അത്യാവശ്യം എനിക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ യാൺ സിൽക്സിൽ നിന്നാട്ടോ എടുത്തത്. ബാക്കി അമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ളതൊക്കെ എടുത്തത് കല്യാണി എന്ന് വരുന്നത്. നല്ല ഭംഗിയുള്ള സാരി കിട്ടിയിട്ടോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവിടുന്ന്. ഒറ്റ പ്രാവശ്യം ഞാൻ കണ്ടേ ഉള്ളൂ. അന്നേരം തന്നെ ഞാൻ മനസ്സിലുറപ്പിച്ചു ഇത് മതി. അത്ര എനിക്കിഷ്ടമായി കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ടായിരിക്കും, ഇവർ ഷോപ്പിങ്ങിന് വേണ്ടി പുറത്ത് പോയതാണോ അതോ ഫുഡിങ്ങിന് വേണ്ടി പുറത്ത് പോയതാണോ എന്ന്. നാട്ടിലൊക്കെ വന്നല്ലേ മാഷേ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ഒന്ന് വീണ്ടെടുക്കട്ടേന്നേ. ഓരോ ടേസ്റ്റ് മാറി മാറി ട്രൈ ചെയ്യുന്ന ഒരു രസമല്ലേ. ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒന്ന് റിഫ്രഷ്മെൻറ്റിന് എപ്പോഴും കയറുന്നത് നമ്മുടെ ഇന്ത്യൻ ബേക്കറിയിലാട്ടോ. അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ഇന്ന് എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വന്നേക്കുന്നത് അപ്പവും എൻ്റെ അനിയത്തി ജീനയാണ്. എന്തായാലും ഷോപ്പിങ്ങിന് സെലക്ട് ചെയ്യാന്നുള്ളതിനേക്കാളും അവരുടെ മെയിൻ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നമോളെ നോക്കലാട്ടോ. ആ സമയം കൊണ്ട് എനിക്ക് സമാധാനപരമായിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കി തപ്പി എടുക്കാലോ. അന്നമോൾ എത്ര ടൈം വേണേലും യാതൊരു വഴക്കുമില്ലാതെ നല്ല പേഷ്യൻ്റ് ആയിട്ട് നമ്മുടെ കൂടെ നിന്നോളെ. അതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് എവിടെയെങ്കിലും പോകുന്നതിന് നമുക്കും യാതൊരു വറീസുമില്ല. അപ്പുവാണെങ്കിൽ അവളെ മാക്സിമം എൻജോയ് ചെയ്ത് നിർത്തുന്നുണ്ട്. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പൂൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നൈറ്റാട്ടോ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നപ്പോഴും പോയപ്പോഴും എല്ലാം അതേ മഴ അങ്ങനെ തന്നെ 10 മടങ്ങ് സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.